എന്താണ് ദൈവപരിപാലനം? ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ വെള്ളപ്പൊക്കമുണ്ടായി. അതിൽ പെട്ടുപോയ ഒരാൾ തന്റെ വീടിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, ദൈവമേ, ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണേ എന്ന്. അല്പം കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു ചങ്ങാടം വന്നു. ചങ്ങാടത്തിൽ നിന്ന വ്യക്തി ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ കയറൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. ഇയാൾ പറഞ്ഞു, എന്നെ ദൈവം കാത്തുകൊള്ളും. ഇയാൾ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ചങ്ങാടം വന്ന വഴി അത് തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു തോണി വന്നു. തോണിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തോണിയിൽ ഇരുന്നവരും ഇയാളോട് പറയുകയാണ്, നിങ്ങൾ വേഗം തോണിയിലേക്ക് കയറും, വെള്ളം കൂടുകയാണ്, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം. ഇയാളാകട്ടെ തന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരുത്താതെ ആ തോണിക്കാരുടെ വാക്കുകൾ നിരസിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ദൈവം രക്ഷിക്കുമെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടി ഇയാളുടെ കഴുത്തറ്റം വെള്ളം എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു ബോട്ട് വന്നു. ആ ഗ്രാമത്തിലെ പലരെയും രക്ഷിച്ചുകൊണ്ട് ആ ബോട്ട് വന്നപ്പോൾ ആ ബോട്ടിലുള്ളവർ വളരെയധികം നിർബന്ധിച്ചു, നിങ്ങൾ ഇതിൽ കയറ്, നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകും, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ബോട്ടിലോട്ട് കയറാൻ ഇയാൾ മടിക്കുകയാണ്. അങ്ങനെ ബോട്ട് തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞ് ഒരു ഹെലികോപ്റ്റർ വന്നു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് വ്യക്തി റോപ്പൊക്കെ എറിഞ്ഞു കൊടുത്തെങ്കിലും ഇയാൾ അതിൽ കയറാൻ മടി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവം എന്നെ രക്ഷിക്കുമെന്ന്. തുടർന്ന് ക്രമേണ വെള്ളം ഉയർന്നു ഇയാൾ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ഇയാൾ മരിച്ച് സ്വർഗത്തിലെത്തിയപ്പോൾ ഇയാൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഇത്രയേറെ നിരന്തരം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് നീ എന്റെ പ്രാർത്ഥന കേട്ടില്ല? എന്തുകൊണ്ട് എനിക്ക് ദുരന്തമുണ്ടായി എന്ന്. ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് ഇയാളോട് മറുപടി പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. നിന്നെ രക്ഷിക്കുവാനായിട്ട് നിനക്ക് ഞാൻ ഒരു ചങ്ങാടം അയച്ചു, നീ അതിൽ കയറിയില്ല. ഒരു വഞ്ചി അയച്ചു, നീ അതിൽ കയറിയില്ല. ഒരു ബോട്ടിനെ അയച്ചു, നീ അതിൽ കയറിയില്ല. ഹെലികോപ്റ്ററിനെ വരെ അയച്ചു, നീ അതെല്ലാം നിരസിക്കുകയാണുണ്ടായത്. ഇതാണ് ദൈവപരിപാലനം. നമ്മുടെ ജീവിതത്തിലെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്നല്ല നമ്മെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അയക്കാറുണ്ട്, സൃഷ്ടിക്കാറുണ്ട്. അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ആണ് ദൈവം പ്രവർത്തിക്കുക. ഈ വ്യക്തി തന്നെ കണ്ടില്ലേ, ദൈവം ഇത്രയേറെ രക്ഷപ്പെടുവാൻ ഇത്രയേറെ അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും അതിനെ സ്വീകരിക്കാനുള്ള വിമുഖത അയാൾ കാണിച്ചപ്പോൾ അയാൾക്ക് അയാളുടെ ജീവിതം നഷ്ടമായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നല്ല നമ്മെ രക്ഷിക്കുക. പല സാഹചര്യങ്ങളിലായിരിക്കാം, പല വ്യക്തികളിലായിരിക്കാം, പല സാധനങ്ങളിലായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തോട് പരിഭവം പറഞ്ഞിട്ടില്ലേ? ദൈവമേ, ഈ ഒരു കാര്യത്തിന് വേണ്ടി എത്രമാത്രം ജപമാലയാണ് ഞാൻ ചൊല്ലിയത്, എത്രയോ മണിക്കൂറുകൾ ഞാൻ നിന്റെ സന്നിധിയിൽ വന്ന് നിരന്തരം കണ്ണീരോടെ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് നീ എനിക്ക് സാധിച്ചു തന്നില്ല? നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും തന്നെ പാഴായി പോകാറില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ദൈവം പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് വന്ന് നമ്മെ സംരക്ഷിക്കുക, രക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം നേരിട്ട് തരുക എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ദൈവം പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും പല അനുഭവങ്ങളിലൂടെയും നമുക്ക് നൽകുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചു നീട്ടുന്ന ചില കച്ചിത്തിരുമ്പുകളെ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് ദൈവത്തിന്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ പരിപാലനം നമുക്ക് മനസ്സിലാവുക. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തികളെ, സാഹചര്യങ്ങളെ, അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ കരുതലിനെ നമുക്ക് കാണാം. വിശ്വാസത്തോടെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു കരുതൽ, ഈ ദൈവ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള പരിഭവങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആ പരിപാലന കരങ്ങളെ, സാഹചര്യങ്ങളെ നമുക്ക് കണ്ടെത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.